ബഹുമാനപ്പെട്ട എൻവയറൺമെന്റ് മിനിസ്റ്റർ ഭൂപേന്ദർ യാദവ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാരിന് എല്ലാവിധ പവറും ഉണ്ട്. ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് വന്യമൃഗശല്യം അതിനെ കൊല്ലാനും എല്ലാവിധ പവർ ആ ആക്ടിൻ്റെ അണ്ടർ സംസ്ഥാന സർക്കാരിനുണ്ട്. ആ പവർ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിട്ടുമുണ്ട്. മൊത്തം കേരള നാട്ടിൽ 57 ജനങ്ങൾ ഈ വന്യമൃഗശല്യം ഈ വൈൽഡ് ലൈഫ് റൈറ്റ്സ് ആക്ടിൻ്റെ പവർ ഉപയോഗിക്കാൻ്റെ കാരണം 57 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് മൊത്തം കേരളയിൽ 5 കൊല്ലം എൻ്റെ ഇൻഫർമേഷൻ പ്രകാരം. ഇതേ സംസ്ഥാന സർക്കാർ ഒരു മുനിസിപ്പാലിറ്റി ചെയ്യുമ്പോൾ മറ്റേ ഗ്രാമപഞ്ചായത്തിൽ എന്താണ് ചെയ്യാത്തത്? അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ അവർക്ക് പവറുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പഞ്ചായത്തിന് ഡിവോൾവ് ചെയ്യാൻ ലോയില് ഒരു പവറുണ്ട്. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? രണ്ടാമത്തെ പ്രശ്നം, ഇത് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് മാത്രം കോൺഗ്രസ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? വയനാടിൻ്റെ MP അല്ലേ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും. അവർ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്? ഈ വികസിത ഭാരതവും വികസനവും എത്രയോ തൊഴിലും അവസരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സ്ഥിതിയാണോ? ഇലക്ട്രിസിറ്റി എടുത്തിട്ട് കാട്ടുപന്നീനെ കൊന്ന് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണോ നിലമ്പൂരിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത്? 9 കൊല്ലം കഴിഞ്ഞിട്ട് ജീവിക്കാൻ ഇതേ മാർഗമേ ഉള്ളൂ. അവിടെ തൊഴിലോ അവിടെ എന്തെങ്കിലും ചെയ്യാനൊരു അവസരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാണ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് കൊന്നിട്ട് അത് വിൽക്കാനല്ല അവർ നടക്കുന്നത്. അത് ഇല്ലീഗലാണ്. അത് ഭൂപേന്ദർ യാദവ്ജിയും പറഞ്ഞു, ഇങ്ങനെ ഹൈ ഇലക്ട്രിസിറ്റി കൊണ്ട് കൊല്ലുന്നത് അത് ഇല്ലീഗലാണ്. ഈ 2 പാർട്ടിയും നിലമ്പൂരിൽ വന്ന് ഇന്ന് നിലമ്പൂർ തിളങ്ങും, നിലമ്പൂർ തുടരും എന്ന് പറയുമ്പോൾ ഇത് ഒരു ബേസിക് ഇഷ്യൂ ആയിട്ടാണ് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നത്.